ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മഹാരാജാവിൻ്റെ പ്രിയവും ശ്രേഷ്ഠവുമായ ആജ്ഞ ശിരസാവഹിച്ച സുമന്ത്രർ പാറിക്കളിക്കുന്ന കൊടിക്കൂറകളോടുകൂടിയ രാജമാർഗത്തിലേക്കിറങ്ങി. രാമാഭിഷേകത്തെപ്പറ്റി സസന്തോഷം ജനങ്ങൾ സംസാരിക്കുന്നത് കേട്ട് രോമാഞ്ചമണിഞ്ഞ് നടന്നു തുടങ്ങി. ദേവേന്ദ്രൻ്റെ മന്ദിരം പോലെ സുന്ദരമായ ശ്രീരാമഭവനം, ആ സജീവോത്തമൻ്റെ അക്ഷികൾക്ക് ലക്ഷ്യമായി അടച്ചിട്ട പടുകൂറ്റൻ വാതിലുകൾ, അനേകശതം തിണ്ണകൾ, കനകപ്രതിമകൾ, മുത്ത്, പവിഴം എന്നിവ കൊണ്ടുള്ള തോരണങ്ങൾ, ശരൽക്കാല മേഘാകൃതി, മേരുപർവ്വതത്തിലെ ഗുഹാസദൃശ ശോഭ, സർവത്ര ചാർത്തിയ മണിമാലാജാലം, അകിൽ, ചന്ദനം തുടങ്ങിയ ധൂപങ്ങളുടെ ഹൃദ്യമായ സുഗന്ധം, വെള്ളിൽ പക്ഷി, മയിൽക്കൂട്ടം എന്നിവയുടെ കളകനാദം, ഏതൊരു ജീവിയുടെയും കണ്ണും കരളും കക്കുന്ന ശില്പകല, സാക്ഷാൽ കുബേരൻ്റെ കൊട്ടാരം പോലെ, ചന്ദ്രസൂര്യന്മാർ ഒരിടത്ത് സമ്മേളിച്ച പോലെ, മഹാമേരു ശിഖരം പോലെ തലയെടുപ്പുള്ള ആ കോവിലകം സുമന്ത്ര മഹാമന്ത്രിയെ പുളകമണിയിച്ചു. തൻ്റെ കണ്ണുകൾക്ക് ജന്മസാഫല്യം സിദ്ധിച്ചതായി വിശ്വസിച്ചു. ശ്രീരാമ ദർശന ലാലസരായ ജനങ്ങൾ, കാഴ്ച വസ്തുക്കളേന്തി വന്ന പുറനാട്ടുകാർ, അഭിഷേക സാമഗ്രികൾ അതാതിടങ്ങളിൽ ഒരുക്കി വയ്ക്കുന്നതിൽ അതേവ സന്തുഷ്ടചിത്തരായ യുവാക്കന്മാർ എന്നിവരെ കൊണ്ട് മുഖരിതമായ യുവരാജഗൃഹ സമീപത്തിലേക്ക് മഹാരാജ സാരഥി കൂടിയായ സുമന്ത്രർ ഉത്തമാശ്വങ്ങളെ കെട്ടിയ തേരിൽ കയറിയെത്തി. അയോധ്യ നഗരത്തിനു തന്നെ പരിതുഷ്ടിയേകുന്നതും വീരന്മാരായ പടജനങ്ങൾ, ഉത്തമന്മാരായ നരന്മാർ എന്നിവരാൽ നിറഞ്ഞതും, മതിച്ച മാനുകൾ, മയിലുകൾ എന്നിവയാൽ മുഖരിതമായതും, അമേയൈശ്വര്യപൂർണമായ ശചീപതിയുടെ ആലയം പോലുള്ളതുമാണ് ആ വരാർഹൻ്റെ അരമന. അനൽപമായ കോൾമയിരണിഞ്ഞ മഹാത്മാവായ സാരഥി സുരമന്ദിര തുല്യമായ മഹാനികേതനത്തിൽ കൈലാസ അചലപ്രഭയേന്തുന്ന മതിൽക്കെട്ടുകൾ കടന്ന് ശ്രീരാമചന്ദ്രനെ അനുഗമിക്കുന്ന മഹാപുരുഷന്മാരെ പിന്നിട്ട് പരിനിർമ്മലമായ അന്തപുരത്തിൽ എത്തിച്ചേർന്നു. അവനീന്ദ്ര തനയനായ ശ്രീരാമചന്ദ്രന് മംഗളം നേരുന്ന വാക്യങ്ങൾ അഭിഷേക കുതുകികളായ നാട്ടുകാരിൽ നിന്നുയരുന്നത് ഉൾക്കുള്ളിരോടെ അമാത്യൻ കേട്ടു. അഭിരാമവും അനേകതരം പക്ഷിമൃഗാദികൾ വസിക്കുന്നതും സുമേരുമാമല ശൃംഗ സദൃശവുമായ ശ്രീരാമമന്ദിരം സുമന്ത്ര ദൃഷ്ടിക്ക് ലക്ഷ്യമായി. വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി കൈകൂപ്പി കാഴ്ചദ്രവ്യങ്ങളോടുകൂടി നിൽക്കുന്നവരുടെ സംഖ്യ കണക്കാക്കുവാൻ സാധ്യമല്ല. കുമാരൻ ആരോഹണം ചെയ്യുന്ന ശത്രുഞ്ജയൻ എന്ന ആന തൊട്ടിക്കൂടി അടങ്ങാതെ മതമാർന്ന് വൻകാർ മലയ്ക്കൊത്ത് വിലസുന്നു. അണിഞ്ഞൊരുങ്ങിയ ആന, കുതിര, തേര് എന്നിവയെ നിരത്തിയ മഹാമന്ത്രിമാർ നൂറുകണക്കിൽ തയ്യാറായി നിൽക്കുന്നു. അവരെയെല്ലാം പിന്നിട്ട് സുമന്ത്രർ അന്തഃപുരാന്തർഭാഗത്തിലേക്ക് കടന്നു ചെന്നു. കൈലാസാചല തുല്യമായ 7 നില മാളികയിലേക്ക് അമൂല്യ രത്നശോഭിതമായ സാഗരത്തിൽ മത്സ്യമെന്ന പോലെ ദശരഥ മഹാരാജ സാരഥി പ്രവേശിച്ചു. അന്തപുര മതിൽക്കകത്തേക്ക് കടന്നു ചെന്ന പുരാണജ്ഞനായ സൂതൻ വില്ല്, കുന്തം തുടങ്ങിയ ഉത്തമായുധങ്ങൾ എടുത്തവരും ശ്രീരാമചന്ദ്രനിൽ പ്രിയമേറിയവരും അതിശ്രദ്ധയോടുകൂടിയവരുമായ യുവാക്കന്മാരെ സകൗതുകം കണ്ടു. അരുണവർണ്ണത്തിലുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിച്ചവരാണ് പടിക്കൽ നിൽക്കുന്ന ചുരൽക്കാർ. സ്ത്രീജനങ്ങളെ നിഷ്കർഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന വൃദ്ധന്മാർ കൂടി മണികുണ്ഡലാദികൾ ധരിച്ചിരിക്കുന്നു. സജീവോത്തമനായ സുമന്ത്രരുടെ വരവു കണ്ട എല്ലാവരും സസംഭ്രമം വിനയാന്യുതരായി എഴുന്നേറ്റു. അതിചതുരനായ സൂതൻ ഏറ്റവും താഴ്മയോടെ അവരോട്, സുമന്ത്രൻ വാതിൽക്കൽ സമയം കാത്ത് നിൽക്കുന്നതായി ശ്രീരാമകുമാരനെ അറിയിക്കൂ. സീതാസമേതനായ ശ്രീരാമചന്ദ്രൻ പിതൃഹൃദയമായി പ്രശോഭിക്കുന്ന സുമന്ത്രരെ ഉടനടി സ്വസമീപത്തിലേക്ക് ആനയിച്ചു. മേലാപ്പണിഞ്ഞ പൊൻകട്ടിലിൽ വൈശ്രവണ തുല്യനും പരന്തപനുമായ ദാശരഥി സുഗന്ധപൂരിതമായ രക്തചന്ദനം പൂശി വെൺചാമരമേന്തി സമീപത്തു നിൽക്കുന്ന സീതാദേവി ഒന്നിച്ച് ചിത്രനക്ഷത്രങ്ങളോടുകൂടിയ അമൃതകിരണനെ പോലെ വിളങ്ങി. തീഷ്ണരശ്മിയാർന്ന ഭാസ്കരദേവനെ പോലെ ജാജ്വല്യമാനനായ രഘുവരനെ വിനയജ്ഞനായ സുമന്ത്രർ വിനീതനായി തൊഴുതു നമസ്കരിച്ചു. മഹാരാജ സത്കൃതനായ സൂതൻ കേളി ശയനാസനങ്ങളെപ്പറ്റി സുഖാന്വേഷണം ചെയ്തുകൊണ്ട് ഉണർത്തി. ശ്രീ കൗസല്യാനന്ദ വർദ്ധകനായ തിരുമേനിയെ
കാണുവാൻ ഉഴറിക്കൊണ്ട് മഹാരാജാവ് കൈകേയി ദേവിയുടെ കൊട്ടാരത്തിൽ ഇരിക്കുന്നു. ഒട്ടും താമസിക്കാതെ അങ്ങോട്ട് എഴുന്നള്ളുവാൻ കൽപ്പനയുണ്ട്. പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ആ പുരുഷസിംഹം അമാത്യനെ കൊണ്ടാടി ജാനകീദേവിയോട് പറഞ്ഞു, ദേവി, എൻ്റെ അഭിഷേക കാര്യത്തെക്കുറിച്ച് അമ്മ അച്ഛനോട് ആലോചിക്കുകയാകണം. മനസ്സറിഞ്ഞ് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യുവാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട്. എന്തോ പ്രത്യേകമായ കാര്യത്തെ പ്രേരിപ്പിക്കുന്നുണ്ടാവും. ഏതൊരു മഹാരാജസഭയിലും പ്രശോഭിക്കുന്ന ധൂതൻ സുമന്ത്രർ എനിക്ക് അർത്ഥകാമങ്ങൾ വർദ്ധിപ്പിക്കുന്നവനുമാണ്. അധിക താമസമെന്യേ പിതാവ് യുവ രാജ്യാഭിഷേകം എനിക്ക് നടത്തും. മേദിനീപതിയായ അച്ഛനെ കാണുവാൻ ഞാനിതാ പോകുന്നു. പരിവാരങ്ങളോടൊത്ത് ദേവി ഇവിടെ ഇരുന്ന് വിശ്രമിക്കൂ. ഭർത്തൃമാനിതയായ വൈദേഹി പുറംവാതിൽ വരെ പ്രിയതമനെ അനുഗമിച്ചു. ഇപ്രകാരം മംഗളം ആശംസിച്ചു. ഉത്തമ ബ്രാഹ്മണരാൽ സംസേവിതവും രാജസൂയാദി യാഗാർഹവുമായ ഈ വൻ രാജ്യം ബ്രഹ്മാവ് സ്വർഗത്തെ ദേവേന്ദ്രൻ എന്ന പോലെ പിതാവ് അവിടുത്തേക്ക് നൽകട്ടെ. മാൻ തോൽ ധരിച്ച് ദീക്ഷിച്ച് വ്രതത്തോടെ മാൻ കൊമ്പേന്തിയിരിക്കുന്ന അവിടുത്തെ കണ്ട് ഞാൻ ഉപാസിക്കുന്നു. വാസവൻ കിഴക്കും, അന്തകൻ തെക്കും, വരുണൻ പടിഞ്ഞാറും, കുബേരൻ വടക്കും ദിക്കുകൾ പരിരക്ഷിക്കട്ടെ. സീതാദേവിയുടെ ആശീർവാദത്തോടെ അഭിഷേകമംഗള കാപ്പണിഞ്ഞ ശ്രീരാമചന്ദ്രൻ സുമന്ത്രസഹിതനായി ഗുഹയിൽ നിന്ന് സിംഹമെന്ന പോലെ പുറത്തേക്കിറങ്ങിയപ്പോൾ ആദ്യമായി തൃക്കൺ പാർത്തത് വാതിൽക്കൽ കൈകൂപ്പി നിൽക്കുന്ന ലക്ഷ്മണനെയാണ്. മതിൽക്കെട്ടിനുള്ളിൽ കൽപ്പന കാത്തുകൊണ്ട് സ്നേഹസമ്പന്നരായി നിൽക്കുന്ന നാട്ടുകാരെ ആദരിച്ച് അഗ്നിതുല്യ തേജസ് വമിക്കുന്ന യുവരാജാവ് പുലിത്തോൽ കൊണ്ടലങ്കരിച്ചതും ഇടിനാദ തുല്യ നാദമാർന്നതും ആനക്കുട്ടികൾ പോലെയുള്ള കുതിരയെ പൂട്ടിയതും മേരു സദൃശകാന്തി ഒത്തതുമായ രഥത്തിൽ പച്ചക്കുതിരകളോടുകൂടിയ ദേവരഥത്തിൽ ഇന്ദ്രൻ എന്ന പോലെ കയറി ജ്യേഷ്ഠന്റെ അംഗരക്ഷകനായ ലക്ഷ്മണകുമാരൻ വെൺചാമരം എടുത്ത് പിന്നിലായി നിന്നു. കാർമേഘത്തിൽ നിന്ന് വാർത്തിങ്കളെന്ന പോലെ കൊട്ടാരത്തിൽ നിന്ന് ശ്രീ രഘുവരൻ പുറത്തേക്ക് കടന്നപ്പോൾ നൂറുകണക്കിലുള്ള സേനാനായകന്മാർ മാമലയ്ക്കൊത്ത ഗജങ്ങളിലും പ്രധാനാശ്വ രത്നങ്ങളിലുമേറി അകമ്പടി സേവിച്ചു തുടങ്ങി. സുഗന്ധം പരത്തുന്ന അകിൽ, ചന്ദനം എന്നിവ പൂശി വാൾ, വില്ല്, കുന്തം തുടങ്ങിയ വരായുധങ്ങളേന്തിയ കാലാൽപ്പട മുന്നിലുമുണ്ട്. വാദ്യങ്ങളുടെ മംഗളധ്വനി, വന്ദികളുടെ സ്തുതിഗാനം, ശൂരന്മാരുടെ സിംഹനാദം ഇവ കൊണ്ട് അന്തരീക്ഷം ആകെ മുഖരിതമായി. 7 നില മാളികകളുടെ വാതായനങ്ങളിൽ കൂടി കാമനീയാംഗികൾ പൂമഴ തന്നെ പൊഴിച്ചു. അച്ഛൻ്റെ മഹാരാജ്യം ധാർമ്മികമായി ഭരിക്കുന്നത് കണ്ട് കൗസല്യാദേവി അവിടുത്തെ അഭിനന്ദിക്കും എന്നിങ്ങനെ ആനന്ദ തുന്തിലരായി ആശീർവദിച്ചു. ശ്രീരാമദേവന്റെ പത്നിയാകാൻ സാധിച്ചതുകൊണ്ട് സ്ത്രീ സമുദായത്തിൽ വെച്ച് എല്ലാം കൊണ്ടും മീതെയാണ് സീതാദേവി. അനേക ജന്മങ്ങളിലെ കഠിന തപസ്സുകൊണ്ട് മാത്രമേ രോഹിണി ചന്ദ്രനെ എന്ന പോലെ കുമാരനെ പ്രാപിക്കുവാൻ സാധിക്കൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.